ഗ്രാമീണ മേഖലയിൽ 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിർവഹണത്തിൽ രാജ്യത്തിന് മാതൃകയാണ് കേരളം. എന്നാൽ നിലവിൽ പദ്ധതി പലയിടത്തും വഴിമാറിപ്പോകുന്നതായി പരാതി വരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങളുമായി കേരളം മുന്നോട്ട് കുതിക്കുകയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് ഏറ്റവും മാതൃകാപരമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. പദ്ധതി നടത്തിപ്പിൽ മികവിൻ്റെ എല്ലാ സൂചികകളിലും കേരളമാണ് മുന്നിൽ. ട്രൈബൽ പ്ലസ്, നീരുറവ് പോലുള്ള മാതൃകാ പദ്ധതികളും തൊഴിലുറപ്പുമായി ചേർന്ന് കേരളം ഏറ്റെടുക്കുന്നു. സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റിംഗ് ഈ വർഷത്തെ ആദ്യ പകുതിയിലും കേരളം പൂർത്തിയാക്കി. ഈ നേട്ടം തുടർച്ചയായി കൈവരിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. എന്നാൽ തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിക്കാൻ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകൾ വൃത്തിയാക്കുന്നതടക്കമുള്ള ജോലികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏറ്റെടുത്ത് നടത്തുന്നതിനെതിരെയാണ് പരാതി ഉയരുന്നത്. ഇത് സംബന്ധിച്ച് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചു. മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ വീടുകളിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. നമുക്ക് ആവശ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട തോടുകൾ, റോഡിൻ്റെ സൈഡിലുള്ള കാനകൾ, അതുപോലെ തന്നെ തെങ്ങിന് വളം ഇടൽ, തെങ്ങിന് തടമെടുക്കൽ, തരിശായ ഭൂമിയിൽ കൂടുതൽ കൃഷി ഇറക്കി ജനങ്ങൾക്ക് കാർഷിക അഭിവൃദ്ധി ഉണ്ടാക്കാനും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുമുള്ള ഉദ്ദേശത്തോടു കൂടി ഇതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രധാനമന്ത്രിക്ക് നമ്മൾ നിവേദനം നൽകിയിട്ടുള്ളത്. അതിന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവുമെന്ന് സാധാരണക്കാർ പ്രതീക്ഷിക്കുകയാണ്. ഓരോ വർഷവും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വാർഡുകളിലെയും തോടുകളുടെ ചെളി നീക്കം ചെയ്ത് ആഴം കൂട്ടി പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തുകയും റോഡുകളുടെ വശങ്ങളിൽ ഡ്രൈനേജ് സംവിധാനം ഒരുക്കാൻ പുതുതായി കാന നിർമ്മാണം, നിലവിലുള്ള ഡ്രൈനേജുകളുടെ ചെളിയും പുല്ലും നീക്കം ചെയ്ത് ഒരു പൊതുജലസ്രോതസ്സിലേക്ക് മഴവെള്ളത്തെ എത്തിക്കാനുള്ള അനുമതി ഓരോ വർഷം നൽകുകയും ചെയ്താൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനും വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനും സാധിക്കുമെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കാർഷിക പ്രവൃത്തികളായ തെങ്ങിന് തടം തുറക്കൽ, നെൽകൃഷിക്ക് നിലമൊരുക്കി ഞാറ് നടൽ, കൊയ്ത്തുപണികൾ, തരിശുഭൂമിയിൽ നിലമൊരുക്കൽ എന്നിവയ്ക്കായി തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ചാൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും കത്തിൽ പറയുന്നു. അപേക്ഷകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സ്വീകരിച്ചതിൻ്റെ രേഖകൾ സുരേഷ് ചെമ്മനാടന് ലഭിച്ചിട്ടുണ്ട്. വിഷയത്തിൽ അനുഭാവപൂർവമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഇദ്ദേഹം പറയുന്നു.